हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്ന് അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. हरे कृष्ण माताजी। हरे कृष्ण. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനാണ് ഇന്നത്തെ അധ്യായം. हरे कृष्णा. श्री श्री राधा गोविंद की जय. श्रील प्रभुपाद की जय. ओम नमो भगवते वासुदेवाय. श्री भगवान उवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान् मनवे प्राह മനോരിക്ഷാകവേ പ്രവീത്. ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സനാതനമായ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. അപ്പൊ പറയുന്നത്, ഭഗവാൻ പറയാണ്, ഈ സനാതനമായ യോഗത്തെ പണ്ട് ഞാൻ ആർക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു? സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. വിവസ്വാൻ മനുഷ്യവംശപിതാവായിട്ടുള്ള മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഭഗവാൻ പറയാണ്. ആദ്യമായിട്ട് അർജുനനല്ല ഭഗവാൻ അപ്പൊ ഇത് ഉപദേശിക്കുന്നത്. അർജുനന് മുന്നേ തന്നെ ഭഗവാൻ ഇത് സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയാണ്. ഭഗവാൻ തന്റെ ശിഷ്യനായ വിവസ്വാനെ ഗീത ഉപദേശിക്കുന്നത് മനു ജനിക്കുന്നതിന് മുമ്പാണെന്ന് കരുതുന്ന പക്ഷം ഈ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കണം. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷം സംവത്സരങ്ങളായി നിലനിന്നു പോന്നിരുന്നു. ഇപ്പോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു. അപ്പൊ ഈ മനു ജനിക്കുന്നതിന് മുമ്പാണ് എന്ന് കരുതുന്ന പക്ഷം വിവസ്വാന് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? ഏകദേശം 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. അപ്പോ ഈ ഭഗവത്ഗീത നമുക്ക് മനസ്സിലാക്കാം മനുഷ്യലോകത്ത് 2 ദശലക്ഷം സംവത്സരങ്ങളായിട്ട് നിലനിന്ന് പോന്നിരുന്നതാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇപ്പോ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ഇപ്പൊ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനന് പറഞ്ഞു കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേ നേഹ മഹതാ യോഗോ നഷ്ടാ പരം തപ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ഈ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും നഷ്ടപ്രായമാവുകയും ചെയ്തു. അപ്പോ ഈ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ ശാസ്ത്രം, സർവോത്കൃഷ്ടമായിട്ടുള്ള ഈ ശാസ്ത്രം ആര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? രാജർഷികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെന്ത് സംഭവിച്ചു? ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങും. അപ്പൊ കുറെ പേര് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ ആ സർവോത്തമ വ്യക്തിത്വം അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നവർ അക്കൂട്ടത്തിൽ വളരെ കുറവാണ്. അത്തരത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ വചനങ്ങൾ മുതലാക്കുന്നു. പക്ഷെ അവര് അത്തരത്തിലുള്ളവർ ആരാണ്? ആസുര സ്വഭാവത്തിലുള്ളവരാണ്. കൃഷ്ണന്റെ വചനങ്ങളിൽ നിന്ന് അവരെല്ലാം മുതലെടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ എങ്ങനെയുള്ളവരാണ്? ആസുരിക സ്വഭാവത്തിലുള്ളവരാണ് ഇത്തരത്തിലുള്ളവര്.
സ ഏവായം മയാ തേത്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായി ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. അപ്പൊ പറയുന്നത്, നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ട് പരമപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് വിവരിച്ചു തരാം. അപ്പൊ അത് അതീന്ദ്രിയമായിട്ടുള്ള ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നിനക്കുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന്, അതായത് ഗീതയ്ക്ക് അസംഖ്യം പതിപ്പുകൾ വേറെയുണ്ട്. ചിലത് ഭക്തന്മാരാൽ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, മറ്റു ചിലത് അസുരന്മാരാൽ നിർമ്മിച്ചതാണ്. അപ്പൊ ഭക്തന്മാരുടെ വ്യാഖ്യാനം എപ്പോഴും എന്താണ്? സത്യം വെളിപ്പെടുത്തുന്നതായിരിക്കും, ഭക്തി ഉള്ളതായിരിക്കും. പക്ഷെ അസുരന്മാരുടേതാണെങ്കിലോ അത് നിഷ്പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത്തി ജാനീയം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? പറയുന്നത്, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാളും വളരെ മുമ്പാണ് ജനിച്ചത്. അപ്പോ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങ് ഉപദേശം കൊടുത്തു എന്നുള്ളത്? എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ അർജുനൻ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നത്? കൃഷ്ണന്റെ പരമാധികാരം ഏവരും അംഗീകരിക്കുകയാൽ അദ്ദേഹം തന്നെ അത് സ്വയം വെളിവാക്കണമെന്ന് അർജുനൻ ആഗ്രഹിച്ചു. അപ്പൊ അർജുനൻ എന്താ ആഗ്രഹിച്ചു? ഭഗവാനെ കൊണ്ട് തന്നെ ഭഗവാന്റെ ആ പരമാധികാരത്തെ പറയണമെന്ന്, വെളിവാക്കണമെന്ന് അർജുനൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തങ്ങൾക്കും അനുയായികൾക്കും മാത്രം ഗ്രഹിക്കാവുന്ന വിധത്തിൽ കൃഷ്ണനെ വികലമാക്കി കാട്ടാനുള്ള അസുരന്മാരുടെ ശ്രമം ഫലിച്ചുകൂടാ. അപ്പൊ ആ ഭഗവാനെ വികലമാക്കുന്ന അസുരന്മാരുടെ ശ്രമം ഫലിക്കാതിരിക്കാനായിട്ടും ഭഗവാനും കൊണ്ട് തന്നെ ഭഗവാന്റെ ആ പരമാധികാരത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആരാഗ്രഹിച്ചു? അർജുനൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ആരോട് ചോദിക്കുന്നത്? ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദാ പരം തപ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. അപ്പൊ പറയാണ്, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്താണ്? എനിക്കതെല്ലാം ഓർക്കാൻ സാധിക്കുന്നുണ്ട്, നിനക്കതൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല. അർജുനനോട് പറയാണ്, കുറെ ജന്മങ്ങൾ നമ്മളെ രണ്ടുപേരുടെയും കഴിഞ്ഞു പോയി, പക്ഷെ നിനക്കതൊന്നും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല, എനിക്കതെല്ലാം ഓർമ്മിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണത്? ഭക്തനാണെങ്കിലും ചിലപ്പോൾ അർജുനൻ കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം വിസ്മരിച്ചു പോകുന്നു. അപ്പൊ ഭഗവാൻ ആരാണെന്നുള്ളത് ഇടയ്ക്ക് ആര് വിസ്മരിക്കും? അർജുനൻ വിസ്മരിച്ചു പോകും. ഒരു പക്ഷേ ഭക്തന് ദൈവാനുഗ്രഹത്താൽ ഭഗവാന്റെ ആ അച്യുത ഭാവം ക്ഷണന് ഗ്രാഹ്യമാകാനും സാധിക്കും. അഭക്തനോ അസുരനോ അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ശരീരം മാറുന്നതോടുകൂടി ആ ജീവാത്മാവിന് എന്ത് സംഭവിക്കുകയാണ്? പൂർവ്വജന്മത്തിലെ ഓർമ്മകളെല്ലാം ഇല്ലാതായി മാറും. ഭഗവാൻ എന്ത് സംഭവിക്കുന്നില്ല? ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദമയനായതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ജീവാത്മാക്കളുടെ അങ്ങനെയല്ല. ഒരു ജീവാത്മാവിന് ആ ശരീരം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോ അതെന്ത് ചെയ്യും? അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോ പൂർവ്വജന്മത്തിലെ ഓർമ്മകളെല്ലാം അവിടെ ഇല്ലാതായി മാറാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരം മാറുന്നതോടുകൂടി മുൻജന്മത്തിലെ സ്മരണകളെല്ലാം ജീവാത്മാവിന് നഷ്ടമാകും. അതുകൊണ്ട് അർജുനനൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല, ഭഗവാൻ എല്ലാതും ഓർക്കാനായിട്ട് സാധിക്കുന്നു. അജോപി സന്നിവ്യായാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സോമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയമായ ശരീരത്തിന് നാശം നേരിടുകയില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പൊ എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയമായ ശരീരത്തിന് നാശം നേരിടുന്നുമില്ല, എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ. എന്നിരിക്കലും എന്ത് ചെയ്യാണ്? യുഗം തോറും ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കും. ഭഗവാന്റെ ആദിമവും അതീന്ദ്രിയമായ രൂപത്തില് ഭഗവാൻ അവതരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്താണ്.
സൂര്യൻ ഉദിക്കുകയും നമ്മുടെ കൺമുന്നിലൂടെ നീങ്ങി ഒടുവിൽ അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഭഗവാന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ. ഭഗവാന്റെ ആവിർഭാവം തിരോഭാവത്തെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? സൂര്യന്റെ ഉദയത്തോടും അസ്തമയത്തോടും. കാരണം സൂര്യൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുമ്പോൾ അസ്തമിച്ചു എന്നും കൺമുന്നിൽ നിൽക്കുമ്പോൾ ചക്രവാളത്തിലുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ സൂര്യൻ എവിടെ തന്നെയുണ്ട്? ആ സ്ഥാനത്ത് തന്നെയുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ് എന്ന് മാത്രം. നമ്മുടെ കാഴ്ചയില് സൂര്യൻ വരുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥം എന്തല്ല? സൂര്യൻ അവിടെ ഇല്ല എന്നുള്ളതല്ല. അതേപോലെ തന്നെ എന്താണ് ഭഗവാന്റെ ആവിർഭാവവും തിരോഭാവവും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സജാമ്യഹം. എവിടെ എപ്പോൾ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത. അപ്പൊ തഥാത്മാനം സുജാമ്യഹം എന്നാ പറയുന്നത്. എപ്പോഴാണോ, എവിടെയാണോ ധർമ്മത്തിന്റെ ആചരണത്തിന് ക്ഷയം നേരിടുന്നത്, എപ്പോഴാണോ അധർമ്മം തഴച്ചു വളരുന്നത്, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആവിർഭാവത്തെ കുറിച്ച് ഭഗവാൻ എന്താ പറയുന്നത്? സുജാമി എന്ന പദം ഭഗവാന്റെ സ്വരൂപത്തിലുള്ള ആവിർഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപം, അതായത് ശ്രീകൃഷ്ണ രൂപത്തിലുള്ള ആവിർഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വന്തം രൂപം, സ്വരൂപം. കർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെടാത്തതൊന്നും അവതാരമായി കരുതാൻ വയ്യ. അപ്പൊ ഭഗവാൻ എപ്പോൾ അവതരിക്കുമ്പോഴും എന്തുണ്ടാവും? ശാസ്ത്രങ്ങളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി ആയിട്ട് ഭഗവാൻ അവതരിക്കുന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം കൽക്കി അവതാരം വരാനുള്ളതാണ് അല്ലെ. പക്ഷെ അതില് ഇപ്പോഴേ നമ്മളെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇന്ന ആളുടെ മകനായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പേരിലാണ് ഭഗവാൻ അവതരിക്കാന്നടക്കം നമുക്ക് പറഞ്ഞതുണ്ട്. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറയാത്തതൊന്നും എന്തല്ല? അവതാരങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്തിനാ അവതരിക്കുന്നത്? ഭക്തന്മാരെ രക്ഷിക്കാൻ, ദുഷ്കൃതികളെ നിഗ്രഹിക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ. അതിനു വേണ്ടിയിട്ട് യുഗം തോറും ഭഗവാൻ അവതരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഭഗവാന്റെ അവതാരങ്ങള് പല തരത്തില് ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ജനങ്ങളെ ഈശ്വരാവബോധത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഭഗവാന്റെ അവതാരങ്ങളെ 6 നമുക്ക് തിരിക്കാം. പുരുഷാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ശക്ത്യാവേശാവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ. ഇങ്ങനെ ആദി പുരുഷനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ അവതാരങ്ങളുടെ എല്ലാം ഉറവിടം. അപ്പൊ ഈ എല്ലാ അവതാരങ്ങളും ആരിൽ നിന്നാ വരുന്നത്? ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവതാരങ്ങൾ ഏതൊക്കെയാണ്? പുരുഷാവതാരങ്ങൾ. പുരുഷാവതാരങ്ങൾ എന്ന് പറഞ്ഞാല് കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ആ 3 വിഷ്ണുമൂർത്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുരുഷാവതാരം എന്ന് പറയുന്നത്. ഗുണാവതാരം എന്ന് പറഞ്ഞാല് 3 ഗുണങ്ങളുടെ അധിപനായിട്ടുള്ള അവതാരങ്ങൾ. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ് ആര്? ഗുണാവതാരത്തിൽ പറയുന്നത്. അതായത് ബ്രഹ്മാവ് സത്വഗുണത്തിന്റെ രജോ ഗുണത്തിന്റെ അധിപനും, വിഷ്ണു സത്വഗുണത്തിന്റെ അധിപനും, മഹേശ്വരൻ തമോ ഗുണത്തിന്റെ അധിപനുമാണ്. അപ്പൊ ആ ഗുണാവതാരമായിട്ടുള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ലീലാവതാരം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഓരോ ലീലകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കും. അതാണ് ലീലാവതാരങ്ങൾ. കൂർമ്മം, വരാഹം, മത്സ്യം അതൊക്കെ പറയുന്നത്. ശക്തിയാവേശാവതാരം എന്ന് പറയുന്നത് ഭഗവാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ശക്തി കൊടുക്കുന്നത്. അതാണ് എന്ത്? ശക്തിയാവേശാവതാരം. ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനൊരു ശക്തി കൊടുത്തു. അതാണ് ശക്തിയാവേശാവതാരം. മന്വന്തരാവതാരം വെച്ചാല് ഓരോ മന്വന്തരത്തിലും, മന്വന്തരം എന്ന് വെച്ചാൽ ഒരു മനുവിന്റെ കാലയളവ്, ഓരോ മനുവിന്റെ കാലയളവിലും ഭഗവാന്റെ അവതാരങ്ങൾ വരും. അതാണ് മന്വന്തരാവതാരം. യുഗാവതാരം എന്ന് വെച്ചാല് ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കും. അതിനെ യുഗാവതാരങ്ങൾ എന്ന് പറയും. അപ്പൊ ഇത് എല്ലാ അവതാരങ്ങളുടെ ഉറവിടം ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം. ജന്മ കർമ്മച്ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തിക്താദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായി എന്റെ ലോകത്തിലെത്തുന്നു. അപ്പൊ അർജുനനോട് പറയാണ്, എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവര് മരണശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല. അവർക്ക് എന്ത് സാധിക്കും? ശാശ്വതമായിട്ടുള്ള എന്റെ ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. തേൻകുപ്പിയുടെ പുറം നക്കുന്നത് പോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് മോചനം ലഭ്യമല്ല. അത്തരക്കാർ ഈ ലോകത്തിൽ പ്രാധാന്യമേറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം,
അത്തരക്കാർക്ക്, എങ്കിലും അവർ മുക്തിക്ക് അർഹരല്ല. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കണം. അപ്പൊ തേൻ കുപ്പിയിൽ തേൻ നിറച്ചിരിക്കുകയാണ്, പക്ഷെ ആ കുപ്പിയുടെ പുറം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തേനിന്റെ രുചി അറിയാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഭൗതികമായ രീതി കാഴ്ചപ്പാടിലൂടെ ഭഗവത്ഗീത മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചേക്കാം, പക്ഷെ എന്തുണ്ടാവില്ല, മുക്തിക്ക് അവർ ഒരിക്കലും അർഹത ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, നിശ്ചയദാർഢ്യത്തോടെ വിശ്വാസത്തോടെ കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കാൻ ശ്രമിക്കണം. വീതരാഗഭയ ക്രോധ മന്മയാ മാമുപാശ്രിതഃ ബഹവോ ജ്ഞാന തപസാ ഭൂതമദ്ഭാവമാഗതഃ. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് മോചനം വരണം? രാഗം, ഭയം, ക്രോധം. നമ്മള് രാഗം, ഭയം, ക്രോധം ഈ 3 കാര്യങ്ങളിൽ നിന്ന് മോചിതരായിട്ട് ഭഗവാനെ തന്നെ ശരണം പൂകി ഉള്ള അനേകം പേർക്ക് എന്ത് സാധിച്ചിട്ടുണ്ട്? ദിവ്യപ്രേമബദ്ധരാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രാഗം എന്ന് വെച്ചാൽ എന്താണ്? ഭൗതികമായ സുഖങ്ങളിലുള്ള ആസക്തിയിൽ അതിൽ മുഴുകിയിരിക്കുക, അതിൽ നിന്ന് മോചനം വേണം. പിന്നെ ക്രോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം വേണം. എങ്കിൽ മാത്രമേ ഭഗവാനിൽ ദിവ്യപ്രേമബദ്ധരാകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു വിശ്വാസിനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിരസേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതിക ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നുള്ളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു വിശ്വാസിനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴില് ക്രമേണ ഭക്തിര സേവനം ചെയ്തുകൊണ്ട് ഒരാൾക്ക് എന്ത് സാധിക്കും? ഭൗതികമായ ആസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നുള്ളവായിട്ടുള്ള ഇച്ഛാഭംഗങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ട് പരമമായ പദം പ്രാപിക്കാനായിട്ട് സാധിക്കും. എന്താ വേണ്ടത്? അപ്പൊ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ, അപ്പൊ നമ്മൾ അതിന് ഒരു ഗുരുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഗുരുവിന്റെ കീഴില് ഭക്തിര സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭൗതികമായ ആസക്തികളിൽ നിന്ന് ആധ്യാത്മിക വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ശൂന്യതാവാദത്തിൽ നിന്നുള്ള ഇച്ഛാഭംഗങ്ങളിൽ നിന്നെല്ലാം മുക്തനായി കഴിഞ്ഞാല് പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു ഗുരുവിന്റെ കീഴില് ഭക്തിര സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവാ ഭജാമ്യഹം മമാവർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. അപ്പൊ എപ്രകാരമാണ് എല്ലാവരും എന്നിൽ ശരണം പ്രാപിക്കുന്നത്? അതിനനുസരിച്ച് ഞാനാണ് എല്ലാവർക്കും എന്ത് നൽകുന്നത്? പ്രതിഫലം നൽകുന്നത്. അതായത് നമ്മുടെ ആത്മാർത്ഥതയുടെ, നമ്മുടെ ഭഗവാനോടുള്ള ശരണാഗതിയുടെ തോതനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് ആകർഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് എന്ത് നൽകുന്നത്? പ്രതിഫലം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏവരും കൃഷ്ണനെ പ്രാപിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹത്തിന്റെ തോതനുസരിച്ച് സംതൃപ്തി നേടുന്നു. അപ്പോ ഭഗവാനെ പ്രാപിക്കാനുള്ള നമ്മുടെ ആ തോത്, അളവ്, അതനുസരിച്ച് തന്നെയാണ് ഭഗവാൻ എന്ത് നൽകുന്നത്? നമുക്ക് പ്രതിഫലവും നൽകുന്നത്. അതീന്ദ്രിയ ലോകത്തിലും കൃഷ്ണൻ തന്റെ ശുദ്ധഭക്തന്മാരുമായി അവരുടെ അഭിലാഷപ്രകാരം അതീന്ദ്രിയ ഭാവേനെ പ്രതികരിക്കുന്നു. ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭിഷ്ടങ്ങളും പിന്നെ യജ്ഞേശ്വരനായ ഭഗവാൻ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നാല് അതിന്റെ ഫലം കിട്ടും. ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാം, അത് ഭഗവാൻ കൊടുക്കും. യോഗശക്തികൾ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കും. ഏതൊരാളുടെയും വിജയം ഭഗവത് കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുന്നത്. അപ്പൊ എല്ലാവരുടെ വിജയം ആരെ കാരുണ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ കാരുണ്യത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യചന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കും. അപ്പൊ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാനായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? ദേവന്മാരെ ആരാധിക്കും. കാരണം ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്? വേഗത്തിൽ തന്നെ ഫലം കിട്ടും. അതുകൊണ്ട് കാമ്യകർമ്മങ്ങളില്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളില് പെട്ടെന്ന് തന്നെ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെ ആരാധിക്കും.
ദേവന്മാരെന്ന് പറഞ്ഞാല് പല നിലവാരത്തിലുള്ള ഭൗതിക ശക്തികളുള്ള ജീവാത്മാക്കളാണ് ആര്? ദേവന്മാരെന്ന് പറയുന്നത്. നാരായണൻ, കൃഷ്ണൻ, വിഷ്ണു എന്നറിയപ്പെടുന്ന സർവേശ്വരന് തുല്യനല്ല ആര്? ഈ ദേവന്മാര്. ദേവന്മാരെയും സർവേശ്വരനെയും ഒരുപോലെ കാണുന്നവരാരാണ്? പാഷണ്ഡികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ദേവന്മാരെന്ന് പറഞ്ഞ ഒരിക്കലും ഭഗവാന് തുല്യരല്ല. ഭഗവാനെയും ദേവന്മാരെയും ഒരുപോലെ കാണുന്നവരെ പാഷണ്ഡികൾ എന്നാണ് പറയുന്നത്. ചാതുർവർണ്ണ്യമയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമപ്യം. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. അപ്പൊ പ്രകൃതി സഹജങ്ങളായിട്ടുള്ള 3 ഗുണങ്ങളെ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ, അപ്പൊ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഭഗവാൻ എന്ത് ചെയ്തത്? 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷെ ഈ 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ഭഗവാനല്ല അതിന്റെ കർത്താവ് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയാണ്. അപ്പൊ 4 വർണ്ണങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചു, പക്ഷെ ഭഗവാനല്ല അതിന്റെ കർത്താവ്. അപ്പൊ 4 വർണ്ണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു എന്നാലും ഭഗവാൻ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല. മനുഷ്യ സമൂഹം അനേകം ബദ്ധജീവാത്മാക്കളെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹം അങ്ങനെ ഒരു ബദ്ധജീവാത്മാവല്ല. അപ്പൊ ഭഗവാൻ ആരല്ല? ഒരു ബദ്ധജീവാത്മാവല്ല. പക്ഷെ ഈ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് കുറെ ബദ്ധജീവാത്മാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഒരു ബദ്ധജീവാത്മാവല്ല. അപ്പൊ ഈ 4 വർണ്ണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ സാത്വിക സ്വഭാവത്തിലുള്ളവരും, ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ രജോ ഗുണം, പിന്നെ വൈശ്യർ എന്ന് പറഞ്ഞാൽ രജോ ഗുണം തമോ ഗുണം മിക്സ് ആയിട്ടുള്ളവരും, ശൂദ്രർ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിലുള്ളവരും. അപ്പൊ ഇവരെ ഭഗവാൻ സൃഷ്ടിച്ചത് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. നമാം കർമാണി ലിപ്പന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോപി ജാനാതി കർമ്മഭിർനാസ പത്യതേ. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് എന്തില്ല? കർമ്മഫലത്തിൽ ഇച്ഛയുമില്ല. അപ്പൊ എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർക്ക് എന്തുണ്ടാവില്ല? കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കർമ്മഫലങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നും കൂടി മനസ്സിലാക്കാം. രാജാവിന് തെറ്റുപറ്റുകയില്ലെന്നും ആ രാജ്യത്തിലെ നിയമങ്ങൾ രാജാവിന് ബാധകമല്ലെന്നും സിദ്ധാന്തിക്കുന്ന നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഭൗതിക ലോകത്തിന്റെ സ്രഷ്ടാവാണെങ്കിൽ കൂടി ഭഗവാനെ എന്ത് ബാധിക്കുന്നില്ല? ഈ കർമ്മങ്ങൾ, ലൗകികമായ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമുള്ളൂ, സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഇതൊന്നായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്താണ്? ഒരു രാജാവ് രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന അവിടുത്തെ പ്രജകൾക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഭഗവാൻ ഇത് സൃഷ്ടിക്കുന്നു എന്നല്ലാതെ ഭഗവാൻ അതിലൊന്നും യാതൊരു ബന്ധവുമില്ല. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവതരം കൃതം. എന്റെ ദിവ്യമായ ഭൗതിക പ്രകൃതി അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ, അതായത് മോക്ഷം നേടിപ്പോയവര് പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരുടെ കാലടികളെ പിന്തുടർന്ന് നിന്റെ കർത്തവ്യം നിർവഹിക്കുക. അപ്പൊ ഭഗവാന്റെ ആ ദിവ്യ പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് മുന്നത്തെ മഹാത്മാക്കൾ അല്ലെങ്കിൽ മുമുക്ഷുക്കൾ അല്ലെങ്കിൽ മോക്ഷം നേടിയവർക്ക് അത് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് നിന്റെ കർത്തവ്യം നീ നിർവഹിക്കാനായിട്ട് ശ്രമിക്കണം. മലിന ഹൃദയർക്ക് ഭക്തിര സേവനത്തിന്റെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ച് ക്രമികമായ ഒരു ശുചീകരണത്തിന് വേണ്ടി കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. അപ്പൊ കൃഷ്ണാവബോധത്തെ 2 തരത്തിലുള്ളവർക്ക് ആശ്രയിക്കാം. എങ്ങനെയാണ്? ഒന്ന്, നമ്മളെ പോലുള്ള മലിന ഹൃദയരായവർക്ക്, അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എന്താശ്രയിക്കാം? കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. രണ്ടാമത്തെ കൂട്ടര് പരിശുദ്ധരായവര്, അവർക്ക് എന്താണ്? ഹൃദയ പരിശുദ്ധി കൈവരിച്ചവർക്ക് മാതൃകാപരമായ പ്രവർത്തികളെ മറ്റുള്ളവർ പിന്തുടരാൻ വേണ്ടിയിട്ട്, അവർക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? കൃഷ്ണാവബോധത്തിൽ തുടരാം. അപ്പൊ ഒന്ന്, പരിശുദ്ധി ഇല്ലാത്തവര് പരിശുദ്ധരാകാൻ വേണ്ടിയിട്ട് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ കൂട്ടര് ഹൃദയശുദ്ധി കൈവരിച്ചവര് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടും കൃഷ്ണാവബോധത്തിൽ തുടരുന്നു. കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിതഃ തത്തേ കർമ്മ പ്രവിക്ഷ്യാമി യജ്ഞാതോ മോക്ഷ്യസേ ശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത്
ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെ പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. അപ്പോ കർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്നുള്ളത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞു തരാം. നിനക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാല് അശുഭങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് നിനക്ക് സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് 12 മഹാജനങ്ങളെ കുറിച്ചാണ്. ഈ 12 മഹാജനങ്ങളുടെ പാത നമ്മൾ പിന്തുടരേണ്ടതാണ്. കാരണം ഇവര് ആധികാരികത്വമുള്ള മഹാത്മാക്കളാണ്. ഇവർ നമുക്ക് ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ ഇതിലൊന്നും നമുക്ക് തിരുത്താനോ ഒന്നും ചേർക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇവരാരാണ്? ഇവര് മഹാത്മാക്കളാണ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതില് മാറ്റങ്ങൾ വരുത്താനുള്ള യോഗ്യത ആർക്കുള്ളത്? ഇവർക്കാ ഉള്ളത്. അതാരൊക്കെയാണ്? ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, മനു, കുമാരന്മാർ കപിലൻ, പ്രഹ്ലാദൻ, ഭീഷ്മർ, ശുകദേവ ഗോസ്വാമി, യമൻ, ജനകൻ, ബലി ചക്രവർത്തി. ഇവരാണ് 12 മഹാജനങ്ങൾ എന്നാണ് ആരറിയപ്പെടുന്നത്? ഈ 12 പേരും അറിയപ്പെടുന്നത്. മഹത് വ്യക്തികളാണ് അവര്. കർമ്മണോ ഹ്യപ്പി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഃ. കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യങ്ങളാണ്. അതുകൊണ്ട് കർമ്മം എന്ത്, വികർമ്മം എന്ത്, അകർമ്മം എന്ത് എന്നിവയെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ കർമ്മത്തിന്റെ സങ്കീർണതകൾ എപ്പോഴും എങ്ങനെയാണ്? ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? കർമ്മം, അകർമ്മം, വികർമ്മം, ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാല് വേദവിധി പ്രകാരം ചെയ്യുന്നത് കർമ്മം, വേദവിധി അല്ലാതെ ചെയ്യുന്നത്, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് വികർമ്മം, ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അകർമ്മം. അപ്പൊ 3 തരത്തില് കർമ്മം. ഒന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെയ്യുന്നത് കർമ്മം, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് വികർമ്മം, ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അകർമ്മം എന്ന് പറയാം. കൃഷ്ണാവബോധമുള്ള പ്രമാണികരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് രഹസ്യജ്ഞാനം നേടുകയും വേണം. ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണത്. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആള് പോലും അമ്പരന്ന് പോകും. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ളവരായിട്ട് സഹവസിക്കുക, അവരിൽ നിന്ന് രഹസ്യമായ ജ്ഞാനം നേടാൻ നോക്കുക. അത് ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതിന് തുല്യാണെന്ത്? ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കവും ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും. കാരണം 2 പേർക്കും പരസ്പരം എന്ത് സാധിക്കും? അതിലൂടെ പരസ്പരം തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് പറഞ്ഞില്ല, പരസ്പരം അവർക്ക് ആ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. ചിത്ത മത്കഥ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ അതേപോലെ അപ്പൊ ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണ് അവർക്കത് പരമാനന്ദവും അനുഭവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആള് പോലും അമ്പരന്ന് പോകും. കർമ്മണ്യ കർമ്മയ പശ്ചാത് അകർമ്മണി ച കർമ്മയഃ സാ ബുദ്ധി മനുഷ്യേഷു സായുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാ തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കലും ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണവർ. അപ്പൊ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനാണ് ആര്? യഥാർത്ഥ മനുഷ്യൻ, ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ്. അപ്പൊ കർമ്മത്തിൽ അകർമ്മത്തെ കാണാം. കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്നത്. അകർമ്മം എന്ന് വെച്ചാല് ഭഗവാന് വേണ്ടി ചെയ്യുന്നത്. അപ്പോ ശാസ്ത്രവിധി പ്രകാരം ഭഗവാന് ചെയ്യുന്നതും പിന്നെ അകർമ്മത്തില് കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുന്നത് ശാസ്ത്രവിധി പ്രകാരമാകുന്നതും മനസ്സിലാക്കുന്നവനാണ് ആര്? ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഒന്ന് ശാസ്ത്രവിധി പ്രകാരം ഭഗവാന് ചെയ്യുന്നതും, രണ്ടാമത്തത് ഭഗവാന് ചെയ്യുന്നത് ശാസ്ത്രവിധി പ്രകാരം ആയിരിക്കുകയും മനസ്സിലാക്കുന്നവനാണ് ആര്? ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? അങ്ങനെയുള്ളവര് എല്ലാ തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും അവരെപ്പോഴും ഏതാവസ്ഥയിലായിരിക്കും? അതീന്ദ്രിയ അവസ്ഥയിലായിരിക്കും. അവർക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടാകില്ല. അകർമ്മം എന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം. അകർമ്മം എന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പ വർജിതഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തമാഹു പണ്ഡിതം പുതഃ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹം എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. അപ്പൊ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആരായിട്ട് പറയാം? ജ്ഞാനി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ജ്ഞാനി എപ്പോഴും എങ്ങനെയായിരിക്കും? ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ജ്ഞാനാഗ്നി കൊണ്ട് എന്ത് ചെയ്യാണ്? കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച വ്യക്തിയാണ് ആര്? ജ്ഞാനി എന്ന് പറയുന്നത്.
ഭഗവത് ദാസ്യത്തെ കുറിച്ചുള്ള ഈ ജ്ഞാനത്തിന്റെ വികാസം അഗ്നിയുടേതുപോലെയാണ്. ജ്വലിച്ചു കിട്ടിയാൽ പിന്നെന്താണ്, കർമ്മ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ചാമ്പലാക്കാനായിട്ട് സാധിക്കും. त्यक्ता कर्मफला संगम नित्य तृप्तो निराश्रयः കർമ്മണ്യാപി പ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനുമായിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കലും കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി ഇല്ലാതെ സദാ സംതൃപ്തനായിട്ട് സ്വതന്ത്രനായിട്ടിരിക്കുന്ന ഭക്തൻ എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നെങ്കിലും അയാൾ എന്ത് ചെയ്യുന്നില്ല, കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി ഇല്ലാതെ സദാ സംതൃപ്തനായിട്ടും സ്വതന്ത്രനുമായിട്ടിരിക്കുന്ന ഭക്തൻ എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുന്നില്ല. എപ്പോഴും എങ്ങനെയാണ്, സദാ സംതൃപ്തനാണ്. കർമ്മത്തിന്റെ ഫലത്തില് ആസക്തി ഉണ്ടാകുന്നില്ല ആ വ്യക്തിക്ക്. ഭക്തൻ പരിശുദ്ധമായ ഭഗവത് പ്രേമത്തോടെ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തനല്ല. അപ്പൊ ഒരു ഭക്തൻ എപ്പോഴും എങ്ങനെയാണ്, ഭഗവത് പ്രേമത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരിക്കലും കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തനല്ല. തന്റെ നിലനിൽപ്പ് പോലും അയാൾക്ക് പ്രശ്നമല്ല, അതെല്ലാം കൃഷ്ണൻ അധീനനാണ്. അപ്പോ നിലനിൽപ്പ് പോലും അയാൾ ചിന്തിക്കുന്നില്ല. അയാൾ എപ്പോഴും എങ്ങനെയാണ്, ഭഗവാൻ അധീനനായിരിക്കും ആ വ്യക്തി. ഹരേ കൃഷ്ണ, നാളെ എടുക്കത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി